ഹലോ. ആ ഷെർഫോ, നമ്മളാളാ. പറയ്, എന്താ വർത്താനം? നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? നിങ്ങളെ പേരെങ്കിലും നിങ്ങൾ മാറ്റാത്തത്? സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങളെ പേര് ആരിസ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിട്ട് നിങ്ങൾ മുസ്ലിം യൂട്യൂബിൽ കൂടെ ഇങ്ങനെ അത് ശരി. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്ത് രണ്ടാം സ്ഥാനമല്ലേ? ലോകത്ത് രണ്ടാം സ്ഥാനമല്ലേ മുസ്ലിം ഇസ്ലാം സമുദായം എന്ന് പറയുന്നത്? ലോകത്ത് രണ്ടാം സ്ഥാനം. ക്രിസ്ത്യൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള മുസ്ലിങ്ങളല്ലേ? അതുകൊണ്ട് അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ബഹുദൈവ ആരാധകയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണോ അതോ മുസ്ലിമായ ഒരു അടിമയെ കല്യാണം കഴിക്കുന്നതാണോ ഉത്തമം? ഏതാണ് ഉത്തമം എന്നാണ് ഇസ്ലാം ഖുർആനിൽ പറയുന്നത്? മുസ്ലിമായ അടിമയെ കല്യാണം കഴിക്കുന്നതാണ് ഉത്തമം. ശശിയെ എന്താണ് ഈ പറയുന്നത്? മുസ്ലിമായ ഒരു അടിമയെ കല്യാണം കഴിക്കുന്നതാണ് ഉത്തമം. ബഹുദൈവങ്ങൾ ആചരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം. അതായത് അപ്പൊ ബഹുദൈവ ആരാധകയായ സ്വതന്ത്ര സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം ഈ പറയുന്ന ഒരു മുസ്ലിമായ അടിമയെ പെണ്ണിനെ കല്യാണം കഴിക്കണതാണ്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത ചോദ്യം, മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ എന്റെ അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി ആ സ്ത്രീയോട് പറഞ്ഞത് എന്ത്? ഞാൻ 3 ഓപ്ഷൻസ് തരാം, അതിൽ ഏതാ ശരി ഉത്തരം എന്ന് നിങ്ങൾ പറയാം. വളരെ നന്നായി മോളെ, നീ ആ അടിമയെ മോചിപ്പിച്ചത്. ഓപ്ഷൻ 1 അതാണ്. ഓക്കെ. ഓപ്ഷൻ 2, ആ അടിമയെ മോചിപ്പിച്ച സമയത്ത് കയ്യിൽ ഒരു 10 ഉറുപ്പിയും കൂടി കൊടുക്കാമായിരുന്നു. ഓപ്ഷൻ 2. ഓപ്ഷൻ 3, നീ എന്തിനാണ് ആ അടിമയെ മോചിപ്പിച്ചത്? ആ അടിമയെ നിനക്ക് നിന്റെ അമ്മാവന് കൊടുത്തുകൂടായിരുന്നു, അപ്പൊ നിനക്ക് ഡബിൾ കൂലി കിട്ടൂലായിരുന്നു. ഇതിലേതാണ് ശരി ഉത്തരം? അടിമയെ മോചിപ്പിച്ചതാണ് ഏറ്റവും വലിയ ശരി. എങ്ങനെ? അടിമയെ മോചിപ്പിച്ചതാണ് ശരി. നിങ്ങൾ വളരെ തെറ്റായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബി ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എന്താണ്? നീ എന്തിനാണ് ആ അടിമയെ മോചിപ്പിച്ചത്? നിന്റെ അമ്മാവന് കൊടുത്തുകൂടായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോഴോ എന്തിനാ ഇങ്ങനെ ഒരാള്? അതിനെ കുറിച്ചൊന്നും എനിക്ക് നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് മദ്രസയില്? 10ാം ക്ലാസ്സിൽ തോക്കൊന്ന് പേടിച്ചപ്പോ 2ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തി. നിങ്ങളെ ഈ പറച്ചില് അല്ല, ഇത് ഞാൻ ചോദിച്ചത് ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഹദീസില്ലേ? എന്തിനാണ് ഇങ്ങനെ ഓരിയിടുന്നത്? തെറ്റ് കണ്ട തെറ്റെന്ന് പറയാൻ കഴിയണം. അതിപ്പോ ഏത് കോപ്പിലെ മുഹമ്മദ് നബി പറഞ്ഞാലും ശരി, അത് ഏത് കോപ്പിലെ മുഹമ്മദ് നബി പറഞ്ഞാലും ശരി, തെറ്റാണെന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. യെസ്, അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവഹേളനം എന്ന് പറഞ്ഞ് വരരുത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അത്രേ നമുക്ക് അറിയണ്ടുള്ളൂ. താങ്ക് യു സോ മച്ച്.